കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു എന്നതാണ് ഈ വാർത്താ സായാഹ്നത്തിൽ വരുന്ന ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത. മൈത്ര ആശുപത്രിയിൽ അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സാനിയോ മനോമിയും VS രഞ്ജിത്തുമുണ്ട്. സാനിയോ, VS രഞ്ജിത്ത് 3 പതിറ്റാണ്ട് കാലം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയായ കൊയിലാണ്ട് MLA CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ഇപ്പോൾ വിട വാങ്ങിയിരിക്കുകയാണ്. കുറച്ച് നാളുകളായി വല്ലാതെ അർബുദ രോഗം അലട്ടിയിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ അവസാന നിമിഷം വരെയും തുടർന്നിരുന്നു കാനത്തിൽ ജമീല. 3 പതിറ്റാണ്ടോളം പൊതുപ്രവർത്തനത്തിൻ്റെ ചരിത്രമുണ്ട് കാനത്തിൽ ജമീലയ്ക്ക്. അന്ത്യം എപ്പോഴായിരുന്നു? അന്ത്യസമയത്ത് ബന്ധുക്കളും മറ്റു നേതാക്കളും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ, അല്പം മുമ്പാണ് കോഴിക്കോട് മൈത്ര ആശുപത്രിയിൽ വെച്ച് കാനത്തിൽ ജമീല അന്തരിക്കുന്നത്. അവർ കഴിഞ്ഞ കുറച്ചു കാലമായി ക്യാൻസർ ബാധിതയായി അർബുദ ബാധിതയായി ചികിത്സയിലായിരുന്നു. വെല്ലൂരിലെ ആശുപത്രിയിൽ ക്യാൻസറിനെ അതിജീവിച്ച് അവർ തിരിച്ചു വന്നിരുന്നു. അവർ വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് തിരിച്ചു വരികയും രാഷ്ട്രീയ ജീവിതത്തിൽ അവർ വീണ്ടും സജീവമാകും എന്ന തരത്തിൽ വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അത്രമേൽ അവർ ഒരു തിരിച്ചു വരാനുള്ള ഒരു ത്വര അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അവർ മടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും അരുൺ സൂചിപ്പിച്ച പോലെ ഒരു വനിതാ രാഷ്ട്രീയ നേതാവ് നമ്മുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് എങ്ങനെ ഉയർന്നു വരും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് കാനത്തിൽ ജമീല. ഒരു തലതൊട്ടപ്പന്മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഒരു തരത്തിലുമുള്ള പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലാതെ ഒരു തലക്കുളത്തൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പറായി, അവിടുത്തെ വാർഡ് മെമ്പറായി തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായി, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, പിന്നീട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി, പിന്നീട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി, 2ാം വട്ടം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി. അവിടെ നിന്ന് പാർട്ടി കൊയിലാണ്ടിയിൽ ഒരു അവസരം കൊടുക്കുന്നു. അവിടെ ഏറ്റവും നല്ല വോട്ടിന് ജയിച്ചു കയറുന്നു. കൊയിലാണ്ടിയുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്ന ഒരു MLA ആയി മാറുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന ഒരു MLA. കൊയിലാണ്ടിയെ സംബന്ധിച്ച് അവിടെ തീരദേശത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു വനിതാ MLA എന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പരിമിതിയും പ്രകടിപ്പിക്കാത്ത ഒരു നേതാവായിരുന്നു കാനത്തിൽ ജമീല. മാത്രമല്ല, ഏത് വിഷയത്തിന് നമ്മൾ ബന്ധപ്പെട്ടാലും വളരെ സൗമ്യമായി സംസാരിച്ച് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിരുന്ന, ഏറ്റവും ഒടുവിൽ നമുക്കറിയാം അവിടുത്തെ ദേശീയപാതയുടെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കുന്നോറമല ഇടിഞ്ഞ സമയത്ത് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു MLA എന്ന രീതിയിൽ മാധ്യമങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനും ആ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന തരത്തിൽ, ആ വാർത്ത കണ്ട ഉടൻ അതിനോട് പ്രതികരിക്കുന്ന തരത്തിൽ ഒരു വളരെ പക്വതയുള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കാനത്തിൽ ജമീല.